പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ വല്ലഭാ നിൻ കൃപയോർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് നീ എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ല. നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് ദേവാസ്തംവിളി. നെറ്റിച്ചുളിയണ്ട, എന്താണ് ദേവാസ്തംവിളി എന്നല്ലേ? 16-ാം നൂറ്റാണ്ട് മുതൽ നമ്മുടെ കേരളത്തിൽ പ്രത്യേക ക്രൈസ്തവരുടെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു ഭക്താചാരണമാണ് ഈ ദേവാസ്തംവിളി. പ്രത്യേകിച്ച് നോമ്പ് കാലങ്ങളിലാണ് ഈ ഒരു ദേവാസ്തംവിളി നടക്കുന്നത്. കടലോര പ്രദേശങ്ങളിൽ ലത്തീൻ കത്തോലിക്കരുടെ ഇടയിലാണ് ഈ ഒരു നോമ്പുകാല ആചരണം, ഭക്താചരണം ഏറ്റവും കൂടുതലുണ്ടായിരുന്നു 16-ാം നൂറ്റാണ്ട് മുതൽ. എന്നാൽ ഇന്നത് ഒരു അന്യം നിന്നു പോകുന്ന ഒരു ഭക്താചരണമായി ക്രൈസ്തവരുടെ ഇടയിൽ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ദേവാസ്തംവിളി എന്നത് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. ദൈവകൂദാശയാകുന്ന പരിശുദ്ധ കൃപാനയ്ക്കാ ഉത്ഭവദോഷമന്യ ജനിക്കപ്പെട്ട കന്യകാമറിയത്തിൻ്റെ 16-ാം നൂറ്റാണ്ടു മുതൽ കേരളത്തിൻ്റെ തീരദേശ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു നോമ്പുകാല ആചാരമാണ് ദേവസ്തവിളി. ഇടയ്ക്ക് ഒരു കാലഘട്ടത്തിൽ അത് അന്യം നിന്ന് പോയെങ്കിലും വീണ്ടും അതിൻ്റെ തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറും ശിഷ്യന്മാരും തുടങ്ങിവെച്ച ഒരു പ്രാർത്ഥനാ രീതി എന്ന് പറയാവുന്നതാണ് ദേവസ്തവിളി. നോമ്പുകാലത്ത് വിഭൂതി ബുധനാഴ്ച ആരംഭിച്ച് വലിയ ആഴ്ചയോടുകൂടെ ഈ പ്രാർത്ഥനകൾ സമാപിക്കുന്നു. പ്രധാനമായും വലിയ നോമ്പിലെ ചൊവ്വ വെള്ളി ദിനങ്ങളിലാണ് ഈ ദേവസ്തവിളി നടത്തുക. മനുഷ്യൻ്റെ അന്ത്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ, അവൻ്റെ വിധിയെക്കുറിച്ച്, സ്വർഗനരകങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ, അതുവഴി ഒരു നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ക്ഷണമാണ് ദേവസ്തവിളി ആ ഓരോ പ്രാർത്ഥനയിലൂടെ നമ്മൾ മുമ്പിലേക്ക് വെക്കുന്നത്. ശക്തിലകപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പിഴച്ച തിന്മയിൽ നിന്ന് നന്മയായിട്ടുള്ള വലിയ അനുഷ്ഠാനങ്ങളിലൂടെ കടന്നു, ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും കടന്നുപോയി വളരെ വലിയ പ്രാർത്ഥനയിലൂടെ ഒരുങ്ങിയാണ് സഹോദരങ്ങൾ ദേവസ്തവിളിക്ക് വേണ്ടി അവരെ തന്നെ തയ്യാറാക്കുന്നത്. വലിയ കൃപകളിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു വഴി കൂടെയാണ് ഇവിടെയുള്ള ഈ ജനത്തിന് ദേവസ്തവിളി. 60ഓളം വരികളുള്ള ദേവസ്തവിളിയിലെ 40 വരികളും തീർച്ചയായിട്ടും മനുഷ്യൻ്റെ അന്ത്യത്തെക്കുറിച്ചുള്ള സൂചനകൾ, അതുവഴി നന്മയിലേക്ക് തിരിച്ചു വരുവാനുള്ള ക്ഷണമാണ് നമ്മുടെ മുൻപിലേക്ക് വെക്കുന്നത്. സ്നേഹത്തിൻ്റെ ഭാഷയുണ്ട് ഈ വരികളിൽ. ശാസനയുടെ, തെറ്റുതിരുത്തലിൻ്റെ, ഭീഷണികളുടെ വരികളുടെ താളത്തിലൂടെയാണ് ഈ ഒരു പ്രാർത്ഥന മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നോമ്പുകാലം ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു വരുവാൻ, നമ്മുടെ പഴയ ജീവിത ശൈലി മാറ്റി ഒരു പുതിയ ജീവിത ശൈലി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുവാനുള്ള ക്ഷണമാണ് ദേവസ്തവിളി നമ്മുടെ മുൻപിലേക്ക് വയ്ക്കുന്നത്. യോഗ്യമെന്നിയേ വരുവതിനായിട്ട് ആകാശങ്ങളിരിക്കുന്ന ഭവനർഗസ് ദേവാസ് സംഘം തിരുഹൃദയ ചാപ്പലിൻ്റെ ആശാനായിട്ടുള്ള ആൻറ്റി വെളുത്തവണ്ണ അല്ലേ ചേട്ടനാണ് ഇപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത്. നമുക്ക് ആശാനോട് ചോദിക്കാം, എത്ര വർഷമായി ചേട്ടാ ഈ ഒരു ദേവാസ്തവിളിയായിട്ട് ചേട്ടൻ മുന്നോട്ട്? ഞാൻ ഈ ദേവാസ്തവിളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് എൻ്റെ 14-15 വയസ്സ് പ്രായം തൊട്ടാണ് ഞാനിതിൽ സജീവമായിട്ടിരുന്നത്. അപ്പോൾ ആ കാലത്ത് ഒന്നും അറിയില്ല. എന്നെ ഇത് കേട്ട് പഠിച്ചാണ് ഇത് ഓരോ വരികളും പഠിക്കുന്നത്. ഇതിൻ്റെ പഠിക്കുന്ന മെത്തേഡെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് എഴുതിയും വായിച്ചും എന്നല്ല പഠിക്കണം.
പൂർവികർ നമ്മുടെ കാലമൂത്തർ വിളിക്കും, നമ്മളത് ശ്രദ്ധിച്ച് അവർ വിളിക്കുന്നവിടെ ഇങ്ങനെ ആംഗ്യം കാണിച്ച് വിളിക്കാൻ തുടങ്ങുന്ന നമുക്ക് പ്രാപ്തരായെന്ന് കാണുമ്പോൾ നമ്മൾ അത് അങ്ങ് വിളിക്കും. അതാണ്. എത്ര വയസ്സ് മുതൽ ചേട്ടൻ വിളിക്കും? ഞാനൊരു 13-14 തൊട്ട്. 14 വയസ്സ് അല്ലേ? ഇത് എന്താണ് ഇതിനകത്ത് ചെയ്യുന്ന അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണ്? അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു രാത്രിയുടെ ഏകദേശം ഒരു 10 മണിയോടുകൂടി ഇങ്ങനെ തീരദേശങ്ങളിൽ നടക്കും. ഒരു പറമ്പിൽ ചെന്ന് നമ്മൾ കുരിശ് കുത്തും, മണിയടിക്കും. എന്നിട്ട് കുരിശ് കഴിച്ച് പ്രാർത്ഥനയിൽ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് പിന്നെ നീട്ടിയ വിളികളാണ്. അത് ഒരു ദിവസം എത്ര സ്ഥലങ്ങളിൽ? ഒരു 2-3, അതിൽ പിന്നെ 4-5 ഒക്കെ വിളിക്കും. അത് അങ്ങനെ ഇതിൻ്റെ ശുശ്രൂഷ അടുത്തടുത്ത് തീരാറായി കഴിയുമ്പോൾ 4-5 ഒക്കെ വിളിക്കും. 4-5. അത് സമയമുണ്ടോ അതിന് പ്രത്യേകം? എങ്ങനെ? ഈ രാത്രിയിലാണ് വിളിക്കാറ്. രാത്രി ടൈമിങ് ഒരു 10 മണി മുതലൊക്കെ വിളിക്കാറ്. 10 മണി മുതലേക്ക്. നിങ്ങൾ എത്ര പേരുണ്ടാവും? അത് ചിലപ്പോൾ 4 പേരുണ്ടാവും, ചിലപ്പോൾ 3 പേരുണ്ടാവും. പിന്നെ ഇത് കുറച്ച് കാലമായിട്ട് നിന്ന് പോയിട്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിളിച്ചാൽ തുടങ്ങി. അങ്ങനെ ഈ മക്കളെല്ലാം എൻ്റെ ഇവിടെ കൂടിയത്. എനിക്ക് തോന്നുന്നു ഇത് കേരളത്തിൽ ഒരുപാട് പേർക്ക് അറിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് നിന്ന് പോയിട്ടുണ്ടെന്നുണ്ടല്ലോ. നിന്ന് പോയിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഇത് ഈ ഒരു അനുഷ്ഠാനം, ഈ ഭക്താചരണം നടത്തുന്ന സ്ഥലങ്ങൾ എങ്ങനെ അറിയും? ഇപ്പോൾ സംഘങ്ങളൊക്കെ അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഈ തീരദേശ മേഖല എറണാകുളം ജില്ലയുടെ തീരപ്രദേശത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. എറണാകുളം ജില്ലയുടെ തീരപ്രദേശത്ത് ചേട്ടൻ മാത്രമേ ഉള്ളൂ. ഇത് എന്തിനു വേണ്ടിയാണ് ഈ ദേവസ്വം വെളി ഇപ്പം ചെയ്യുന്നത്? എന്ന് പറഞ്ഞാൽ നൊയമ്പുകാല അനുഷ്ഠാനങ്ങളാണ്. ഇപ്പോൾ പൂർവികരായി മിഷണറിമാർ കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണിത്. ശുശ്രൂഷ സമ്പ്രദായം. അതായത് ഇതിനെ ഈ നൊയമ്പുകാലമായിട്ട് വിഭൂതി ബുധൻ മുതൽ ദുഃഖവെള്ളിയാഴ്ച വരെയാണ് ഇതിൻ്റെ കാലാവധി. വിഭൂതി ബുധൻ മുതൽ ദുഃഖവെള്ളിയാഴ്ച പള്ളികളിൽ വിളിച്ച് നിർത്തും. അത്ര കർത്താവിൻ്റെ കബർ അകത്ത് കയറി കഴിയുമ്പോൾ പുറത്ത് മാറി എന്ന് വിളിച്ച് നിർത്തണം. എല്ലാ വർഷവും ഇത് നിങ്ങൾ ചെയ്തിരുന്നു. ഇത് ലത്തീൻ കത്തോലിക്കരുടെ ഇടയിലുള്ള ഒരു ഭക്താചാരണമാണ്, സമ്പ്രദായം. കൂടുതലായിട്ട് ലത്തീൻ കത്തോലിക്കരുടെ ഇടയിലാണ് അല്ലേ? പണ്ട് കാലത്ത് ഒരുപാട് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അത് വന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. അറിയില്ല. അതന്നെ. പിന്നെ പഠിക്കാൻ താല്പര്യവുമില്ല എന്നാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളവ. ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഇങ്ങനെ ഇതിന് വാസന ഉണ്ടായിട്ട് ഈ കാലഘട്ടങ്ങളിൽ ഞാൻ വേറെ ഒരു പണിക്കും പോയില്ല. ഞാൻ ഈ കടലിൽ പണിക്ക് പോകുന്ന വ്യക്തിയാണ്. അല്ലാണ്ട് വേറെ എനിക്കൊരു വരുമാന മാർഗ്ഗമില്ല. ഞാൻ എന്നാൽ ഈ സമയങ്ങളിൽ ഞാൻ പണിക്ക് പോകാറില്ല. ഇത് എൻ്റെ ശുശ്രൂഷ, ഇത് എൻ്റെ പണി ഇതാ. ഇത് ഒരുപാട് പഴക്കമുണ്ട്. ഇതിൻ്റെ വർഷത്തിൻ്റെ ഈ കുരിശിൻ്റെ കാൽക്കുലേഷൻ നടത്തണമെങ്കിൽ ഈ മണിയും ഈ കുരിശും ഏകദേശം 100-ൽ കൂടുതൽ വർഷമുണ്ട്. 100-ൽ കൂടുതൽ വർഷമുണ്ട്. അത് നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഇങ്ങനെ കൈമാറി വന്ന ഒരു അനുഷ്ഠാനം. നമ്മൾ അടുത്തേ